യെസ് രാജുവേട്ടാ നമസ്കാരം. ഒരളിയൻ അങ്ങനെ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ആടുജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ എല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് എത്തിയിരിക്കുകയാണ് അല്ലേ. സോ വാട്ട് ഈസ് ഗുരുവായൂർ അമ്പല നടയിൽ ഫോർ യു? നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോണർ അല്ല. രാജുവേട്ടൻ കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ രാജുവേട്ടൻ്റെ ആ ഒരു ജോണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി ആണ്, എക്സൈറ്റഡ് ആണ്. ആൻഡ് വാട്ട്സ് ദ ഫീലിംഗ് റണ്ണിങ് ഇൻ യുവർ മൈൻഡ്? നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ നന്ദി. ഗുരുവായൂർ അമ്പല നടയിൽ ഞാൻ പേഴ്സണലി സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതാനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ്. അപ്പോൾ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. ഈ ഒരുപാട് നടീനടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം, അവിടുത്തെ തെറ്റിദ്ധാരണകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ രണ്ട് ലേശം കിളിപോയ അളിയന്മാർ, അതിൽ ഒരു കിളിപോയ അളിയനായിട്ട് ബേസിലും മറ്റേ കിളിപോയ അളിയനായിട്ട് ഞാനും, അങ്ങനെ മൊത്തത്തിലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം ഈ 16-ാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം. വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്നൊരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഓക്കെ, 16-ാം തീയതി തിയേറ്ററിൽ കാണാം. താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ, എല്ലാവരും അയ്യോ കൊച്ചു. സോ രാജുവേട്ടിൻ്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് യു ഇൻവൈറ്റഡ് എവറിബഡി ടു തിയേറ്റേഴ്സ് ഓൺ May 16th. അതൊരു പക്ഷേ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലേ. ട്രെയിലറിൻ്റെ എൻഡിൽ രാജുവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിൻ്റെ ഒരു റെപ്ലിക്ക ആയിട്ട് കൈ ചൂണ്ടി എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു. സോ രാജുവേട്ടൻ ഒരു ഹംബിൾ റിക്വസ്റ്റ്, അതേ സ്റ്റൈലിൽ അതേപോലെ തന്നെ എല്ലാവരും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാമോ പ്ലീസ്? ഈ വരുന്ന 16-ാം തീയതി എൻ്റെ സിനിമ റിലീസാണ്. നിങ്ങൾ എല്ലാവരും വരണം. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം അല്ലേ? താങ്ക് യു സോ മച്ച്. സോ അളിയൻ സ്റ്റേജിൽ തന്നെ നിൽക്കട്ടെ. കിളിപോയ മറ്റേ അളിയനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ